ഈമാന്റെ ശോഭയും മൂന്നു കാര്യം കൊണ്ട് മങ്ങുന്നതാണെന്നും ഹദീസിൽ ഉണ്ട്. നല്ലതിനെ മാറ്റി മറിക്കലാണതിലൊന്ന്, കണ്ണിൻ്റെ വ്യഭിചാരം അതാ പിന്നൊന്ന്. മറ്റൊന്ന് വാപ്പയുടിഷ്ടനെ വെറുക്കുന്നതാ, ഇതുപോലെ തുഹഫത്തുൽ ഇബാദിൽ വന്നതാ. ഖാലാത്തിനും മാതാവിനുള്ളൊരു സ്ഥാനമാ എന്നുള്ളതും നബി മുസ്തഫ തിരുവാക്യമാ. ഇതുപോലെ തുർമുദിൽ റിവായത്തുള്ളതാ, കൂടാതെ അബൂദാവൂദിലും കാണുന്നതാ. അവർക്കും ഗുണം ചെയ്യുന്നതേറ്റം നല്ലതാ, നിനക്കുള്ള പാപം നീങ്ങുവാൻ ഉതകുന്നതാ. വ്യസനിച്ച രീതിയിൽ ചെന്നൊരാൾ പറയുന്നേ, വൻകുറ്റമെന്നിൽ വന്ന് നബിയേ എന്ന്. എനിക്കുണ്ട തൗബ എന്ന് ചോദിച്ചുടനടി, നിനക്കുമ്മയുണ്ടോ എന്ന് നബിയും മറുപടി. അതിനുത്തരം കൊടുക്കുന്നയാൾ, എനിക്കുമ്മ ഇല്ലല്ല ഇപ്പോൾ യാ ശഫീഉൽ ഉമ്മ. നിനക്കുണ്ടോ ഖാലാത്തെന്ന് വീണ്ടും ചോദ്യമായി. ഉണ്ടെന്നയാൾ അതിനുത്തരം നൽകുന്നതായി. ഉടനെ റസൂലുള്ളാഹി കൽപ്പിച്ചെന്ന്, ഗുണം ചെയ്യണം നീ ചെന്ന് ഖാലാത്തിനെ. ഇത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ എന്ന് ഇബ്നു ഹിബ്ബാൻ ഹാക്കിമും വിവരിച്ചതാ. മറക്കല്ല നിന്റെ പിതൃ സഹോദരരെങ്കിലെ അവരും പിതാവിന് തുല്യമാണ് ഹദീസിലെ എന്ന് ഇബ്നു മൻസൂർ എന്നവർ പറയുന്നതാ. അവർക്കുള്ള സുനനിൽ നോക്കിയാൽ കാണുന്നതാ. പിതൃസ്ഥാനത്താണ് സഹോദരങ്ങളിൽ വലിയവർ എന്നുള്ളതും പറയുന്നതാ. ഖൈറുൽ ബശർ ത്വബറാനി ബൈഹഖിയുണ്ടതിൽ റിപ്പോർട്ട്. കൂടാതെ ഇബ്നു അദിയിനും സപ്പോർട്ട്. പരിഗണന നൽകണം ആദ്യമായി ദീനിന്, ദീനില്ല എന്നാൽ നൽകണം വയസ്സിന്. ഇതുപോലെ തുഹഫത്തുൽ ഇബാദിൽ വന്നതാ, 75-ാം പേജതിൽ കാണുന്നതാ. ബഹുമാനവും സന്തോഷവും നീ കാട്ടണം, കഴിയുന്നതും ഇവർക്കൊക്കെ ഗുണവും ചെയ്യണം. ഇവരെന്ത് ചെയ്താൽ തന്നെയും അകറ്റല്ലേ, കുടുംബങ്ങളാണെന്നോർക്കണേ വെറുക്കല്ലേ. അകറ്റുന്നതേറ്റം കുറ്റമാണെന്നുണ്ട്, ഖുർആൻ ഹദീസും ശക്തിയമായി എതിർപ്പുണ്ട്. അടുപ്പിക്കലിൽ ഇരു വീട്ടിലും ഗുണമുണ്ട്, തൗഫീഖുമുണ്ട് ഐശ്വര്യവും നിനക്കുണ്ട്. മാതാപിതാക്കളെ നഷ്ടമായാൽ തന്നെയും തൗഫീഖ് താ റബ്ബി ഗുണത്തിന് പിന്നെയും.